ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ ഷവർമ എളുപ്പത്തിൽ എങ്ങനെ വീട്ടിലുണ്ടാക്കാൻ നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് ഉണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഷവർമ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റും. ഈ കുബൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ചിക്കൻ ഷവർമ ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് എടുത്തത്. ഇനി നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് ആദ്യം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കറി മസാലപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ മുറി നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. നന്നായിട്ട് ഇതിപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയിട്ട് വരും. ഇനി ബോണുള്ള ചിക്കൻ ആണെങ്കിലും കുഴപ്പമില്ല. ഇത് ഫ്രൈ ചെയ്തെടുത്ത ശേഷം ചിക്കൻ എല്ലിൽ നിന്ന് മാറ്റിയെടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ വെന്ത് കിട്ടണം. കുറച്ച് സമയം കഴിഞ്ഞ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ചുകൊണ്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. കരിഞ്ഞു പോകരുത്. നന്നായിട്ടിത് വെന്ത് കിട്ടണം. ചിക്കൻ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ ഷവർമയ്ക്ക് വേണ്ട ഗാർലിക് മയോണൈസ് റെഡിയാക്കി എടുക്കാം. മയോണൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മഞ്ഞക്കരു എടുത്ത് മാറ്റാം. ഈ മുട്ടയുടെ വെള്ള വെച്ചിട്ട് മാത്രമാണ് ഞാൻ മയോണൈസ് ഉണ്ടാക്കുന്നത്. മുട്ടയുടെ വെള്ള മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറ് നന്നായിട്ട് കഴുകി തുടച്ച് ഉണക്കിയിരിക്കണം. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ നനവ് പാടില്ല. ഇനി ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. ആദ്യം മുട്ടയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർക്കാം. ഇനി 2 മുട്ട എടുക്കുമ്പോൾ അതിലേക്ക് വേണ്ടത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ചേർക്കാം. വെളിച്ചെണ്ണ ഒരിക്കലും ചേർക്കരുത്. ഓയിൽ ഒഴിക്കുന്നത് കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് അടിച്ചെടുക്കണം. ഓരോ പ്രാവശ്യം കുറച്ച് ഓയിൽ ഒഴിക്കുക, വീണ്ടും അടിച്ചെടുക്കുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യമായിട്ട് 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് അടിച്ചെടുക്കണം. ആദ്യം കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടെ കുറച്ച് ഒഴിച്ചിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കാം. ഞാനിതിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തപ്പോൾ ഫോണിൻ്റെ ക്യാമറ ഓഫായി പോയിരുന്നു. അതുകൊണ്ടാണ് കാണാത്തത്. ഉപ്പ് ചേർക്കുമ്പോൾ ഒരിക്കലും കൂടിപ്പോകരുത്. ബാക്കിയുള്ള ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ ഈ മയോണൈസ് ഒന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരാനായിട്ടാണ് ഞാൻ ബാക്കി ഓയിലും കൂടെ ഒഴിച്ചത്. ഇത്രയും കട്ടി മതിയെങ്കിൽ ഓയിൽ അത്രയും ഒഴിച്ചാൽ മതി. ഞാൻ 1/2 കപ്പ് ഓയിലും ഒഴിച്ചിട്ടുണ്ട്. 2 മുട്ട എടുത്തപ്പോൾ 1/2 കപ്പ് ഓയിലാണ് ഒഴിച്ചത്. ഇതിപ്പോൾ നല്ല കട്ടിയായിട്ടുള്ള മയോണൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി ചേർക്കണ്ടെങ്കിൽ വെളുത്തുള്ളി ഇല്ലാതെ ബാക്കിയെല്ലാം ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. സാധാരണ മയോണൈസായിട്ട് കിട്ടും. ഇപ്പോൾ നല്ല തിക്കായിട്ടുള്ള മയോണൈസ് കിട്ടിയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ക്രീമി ആയിട്ടുള്ള മയോണൈസാണ്. മാറ്റി വയ്ക്കാം.
ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണിത്. ഇത്രയും പൊടിഞ്ഞു പോയില്ലെങ്കിലും കുഴപ്പമില്ല, കട്ട് ചെയ്തെടുത്താലും മതി, കത്തി വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് വെള്ളരിക്കയാണ് ചേർക്കുന്നത്, പിന്നെ കുറച്ച് ക്യാരറ്റ്. ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഇഷ്ടം പോലെ ചേർത്ത് കൊടുത്താൽ മതി. ഒരു ചെറിയ പീസ് തക്കാളി നീളത്തിലരിഞ്ഞത്, പിന്നെ കുറച്ച് ക്യാബേജ്. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാം. ക്യാബേജ് ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. ചിക്കൻ കൂടുതലായിട്ട് ചേർക്കണമെങ്കിൽ ചിക്കൻ കൂടുതലായിട്ട് ചേർക്കണം. ഇനി ഈ വെജിറ്റബിൾസിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പ് ചേർത്താൽ മതി, ബാക്കി എല്ലാത്തിലും നമ്മൾ ഉപ്പ് നേരത്തെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മയോണൈസ് ഇട്ട് കൊടുക്കാം. ഒരു 2-2.5 ടേബിൾ സ്പൂൺ അളവിൽ മയോണൈസ് വെജിറ്റബിൾസിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിക്കാം. ടൊമാറ്റോ സോസ് ഒഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഒഴിക്കണ്ട. മയോണൈസും ചേർക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്താം. കുറച്ചുകൂടെ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷവർമയ്ക്ക് വേണ്ട ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷവർമ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ബട്ടർ പേപ്പറിലേക്ക് ഒരു കുബൂസ് വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നന്നായിട്ട് തന്നെ മയോണൈസ് പുരട്ടി കൊടുക്കാം. മയോണൈസ് പുരട്ടുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചോ കൂടുതലോ പുരട്ടാം. ഇത്രയും വേണ്ടെങ്കിൽ കുറച്ച് പുരട്ടി കൊടുത്താൽ മതി. ഇനി ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ കുബൂസ് വെച്ച ശേഷം മടക്കിയെടുത്താൽ മതി. അതിന് മുകളിലായിട്ട് ഫില്ലിങ് വയ്ക്കാം. ഫില്ലിങ് വയ്ക്കുന്നതും ഓരോരുത്തരുടെ ഇഷ്ടത്തിൽ കൂടുതലോ കുറവോ വെച്ച് കൊടുക്കാം. നന്നായിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 സൈഡും ഒന്ന് മടക്കിയെടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലാത്തവർക്ക് ഇതുപോലെ മടക്കി കഴിക്കാം. അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ടാണ് ഇതുപോലെ ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മുടെ കുബൂസ് നല്ല സോഫ്റ്റായിട്ടിരിക്കുവാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെയുള്ള കുബൂസ് നമുക്ക് കിട്ടും, ഷവർമ നമുക്ക് കിട്ടും. ഇതുപോലെ 2 സൈഡും ഒന്ന് മടക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഷവർമ ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. കുബൂസിൻ്റെ പുറത്ത് മയോണൈസ് പുരട്ടി കൊടുക്കാം. വേണമെങ്കിൽ ഇതിന് മുകളിലായിട്ട് ടൊമാറ്റോ സോസ് ഇഷ്ടമുള്ളവർക്ക് വെച്ച് കൊടുക്കാം. ഫില്ലിങ് വയ്ക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ കുട്ടികളുടെ എല്ലാം പ്രിയപ്പെട്ട ഒന്നാണ് ഈ ചിക്കൻ ഷവർമ. ഇപ്പോൾ നമുക്ക് ലോക്ക്ഡൗണൊക്കെ ആയിരിക്കുമ്പോൾ കടകളിൽ പോയി ഇതൊന്നും വാങ്ങാനായിട്ട് പറ്റില്ല. അപ്പോൾ വീട്ടിൽ ഈസിയായിട്ട് നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ കുബൂസ് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഷവർമ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.